തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി പിടിയിൽ. ചാലക്കുടി ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. കടം വീട്ടാൻ വേണ്ടിയാണ് കൊള്ളയടിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. മോഷ്ടിച്ച 15 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ കണ്ടെത്തി. വളരെ പ്ലാൻഡാണ് ഓപ്പറേഷൻ. വളരെ പ്ലാൻഡ് എന്ന് പറയുന്നത്, അയാൾ ഹെൽമറ്റ് വെച്ചു. ഹെൽമറ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ അകത്ത് ഇയാളൊരു മങ്കി ക്യാപ്പ്, ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമറ്റ് വെച്ചത്. കാരണം ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തത്. അയാൾക്കറിയാം CCTV ഉണ്ടാകും. CCTVയിലെ ഐഡൻറ്റിഫിക്കേഷനാണ് പോലീസ് പിടിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തെന്നുള്ള വളരെ ശ്രദ്ധയോടെ, മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത്. സൂരജ് സജി തത്സമയ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. സൂരജ്, 2 ദിവസം മുൻപാണ് നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച ആ വാർത്ത വന്നത്, ബാങ്ക് കൊള്ളയുടെ വാർത്ത. അതിലെ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ചാലക്കുടി ആശാരിപ്പാറ സ്വദേശിയായ റിജോ ആന്റണിയാണ് പ്രതി. എന്തിനാണ് ഈ കൃത്യം നടത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പോലീസിനോട് പ്രതി പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. നേരത്തെ ഈ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നു. ആ വൈരുദ്ധ്യങ്ങളെല്ലാം നീങ്ങിയോ? നിലവിലെ അവസ്ഥ എന്താണ്? ഇനിയുള്ള തുടർ നടപടി എന്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും? പ്രജിൻ, 36 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞ ഒരിക്കലും തന്നെ പോലീസ് പിടിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഒളിവിൽ കഴിഞ്ഞ പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ വലയിലായിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച അഭിമാന നേട്ടമാണ്. നിലവിൽ ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് പ്രതിയെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിയോട് പ്രാഥമികമായുള്ള വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുകയും ചെയ്തു. അതിൽ നിന്ന് പ്രതി പറയുന്നത് ഇപ്രകാരമാണ്: 2020 വരെ പ്രതി വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് മടങ്ങിയെത്തിയ ശേഷം വേറെ തൊഴിലിനൊന്നും പ്രതി പോയിരുന്നില്ല. 2 വർഷം മുമ്പാണ് ഇപ്പോൾ താമസിക്കുന്ന ആശാരിപ്പാറയിലെ വീട്ടിലേക്ക് താമസം മാറുന്നത്. ഭാര്യ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ഏപ്രിൽ അവർ വന്ന് തിരികെ പോവുകയും ചെയ്തു. ഈ ഏപ്രിലിൽ ഭാര്യ വരാനിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇവർ ജോലി ചെയ്ത് അവിടെ നിന്ന് അയച്ച പണം മുഴുവൻ ഇയാളുടെ അക്കൗണ്ടിലായിരുന്നു, പ്രതിയുടെ അക്കൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പണം പലപ്പോഴായി റിജോ ചിലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില പലിശക്കാരുടെ കയ്യിൽ നിന്നടക്കം പണം വാങ്ങുകയും ചെയ്തു. അടുത്ത മാസം ഭാര്യ എത്തിയാൽ ഈ വിവരമെല്ലാം ഭാര്യ അറിയും എന്ന ഒരു ആദിയിൽ നിന്നാണ് ഈ മോഷണം എന്ന ആശയത്തിലേക്ക് ഇയാൾ എത്തിയതെന്നുള്ളതാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. ഫെഡറൽ ബാങ്കിന് സമീപം ഈ സുഹൃത്തുക്കളെയൊക്കെ കാണുന്നതിന് വേണ്ടി എത്തിയ സമയത്താണ് ഈ ബാങ്ക് ഇയാളുടെ നോട്ടത്തിൽപ്പെടുന്നത്. അതിന് സമീപത്തൊക്കെ ഇയാളുടെ സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ സെക്യൂരിറ്റി ഇല്ല എന്ന വിവരം ഇയാൾ മനസ്സിലാക്കുന്നു. എതിർവശത്തുള്ള പള്ളിയിൽ വന്നപ്പോഴാണ് ഇയാൾക്ക് ഇവിടെ നിന്ന് മോഷണം നടത്താം എന്ന ആശയത്തിലേക്ക് ഇയാൾ എത്തുന്നു. പിന്നീട് ഈ ബാങ്കിലെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ അടക്കം പ്രതി വിലയിരുത്തുകയും ചെയ്തു. അതിനുശേഷം ദിവസങ്ങളുടെ ആസൂത്രണമാണ് പ്രതി ഇതിനുവേണ്ടി നടത്തിയത്. അതായത് സ്വാഭാവികമായും ഈ മോഷണം നടന്നു കഴിഞ്ഞാൽ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കും. അങ്ങനെ CCTV ദൃശ്യങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ഇയാൾ 3 ഡ്രസ്സുകളാണ്, അതായത് 2 ടീഷർട്ട്, അതിന് മുകളിൽ ഒരു ജാക്കറ്റ് അടക്കം ധരിച്ചുകൊണ്ടാണ് ഈ മോഷണത്തിന് എത്തിയതെന്നുള്ളതാണ് പ്രതി പറയുന്നത്. അതോടൊപ്പം തന്നെ ഹെൽമറ്റിനകത്ത് മങ്കി ക്യാപ്പും ധരിച്ചിരുന്നു. അവിടെ നിന്ന് 3 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി ഈ ബാങ്കിൽ നിന്ന് മടങ്ങിയ പ്രതി ഈ ദേശീയപാതയിൽ കയറിയ ശേഷം ഈ ജാക്കറ്റ് മാറ്റുന്നു. അവിടെ നിന്ന് പിന്നീടും പ്രതി സ്കൂട്ടറിൽ യാത്ര തുടരുകയാണ്. ഈ നമ്പർ പ്ലേറ്റ് അടക്കം അവിടെ നിന്ന് അഴിച്ചു മാറ്റി സ്വന്തം നമ്പർ പ്ലേറ്റിൽ പ്രതി യാത്ര ചെയ്യുന്നു. അതിനിടയിൽ വീണ്ടും അടുത്ത ടീഷർട്ട് മാറുന്നു. അങ്ങനെ ഈ 2 വസ്ത്രങ്ങൾ ഈ പ്രതി മാറുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഈ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു സാധാരണ ആൾ കടന്നു പോകുന്ന പോലെ ഇയാൾ ഈ ദൃശ്യങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ പോലീസ് ചെയ്തത് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകൾ ഉണ്ടായിരുന്ന ഫോൺ നമ്പറിന്റെ മാസ് നമ്പറുകൾ കളക്ട് ചെയ്തു. ഇതിൽ നിന്ന് ഈ CCTV ദൃശ്യത്തിൽ കാണുന്ന ദിശയിലേക്ക് പോയ മൊബൈൽ നമ്പറുകൾ പോലീസ് ട്രേസ് ചെയ്തു. അത് 3 തവണയും പോയത് ഇയാളുടെ ഈ വാഹനത്തിലേക്കാണ്. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ ഈ വാഹനത്തിലുള്ള ആൾ ഡ്രസ്സ് മാറുന്നു. വാഹനത്തിന്റെ മിറർ അടക്കം അഴിച്ചു വെച്ചിരുന്നു. അത് പിന്നീട് ഈ റണ്ണിങ്ങിലാണ് ഇയാൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ തവണ കാണുമ്പോഴും ഈ വാഹനത്തിൽ മാറ്റം ഉണ്ടാകുന്നു. പക്ഷേ ഇയാൾ ധരിച്ചിരുന്ന ഷൂ മാത്രം ഇയാൾ മാറ്റിയിരുന്നില്ല. ആ ഷൂ ആണ് ഇതിൽ ഏറെ നിർണായകമാകുന്നത്. ഈ ഷൂവിന്റെ നിറം വെച്ചാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നതിലേക്ക് അടക്കം നയിച്ചത്. പിന്നീട് ഹൈവേയിൽ നടത്തിയ കൂടുതൽ പരിശോധന ഇയാൾ ഈ ജാക്കറ്റ് അടക്കം മാറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി ഈ പേരാമ്പ്രയിലുള്ള ആശാരിപ്പാറയിലെ ഇയാളുടെ വീട്ടിലെത്തി പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയുള്ള പ്രജിൻ. ഇന്ന് ഉച്ചയ്ക്ക് അവിടെ ഇയാളുടെ മതപരമായ ചടങ്ങുകളുടെ ഭാഗമായി അവിടെ ഒരു കുടുംബ സംഗമം അടക്കം നടന്നിരുന്നു. ആ സമയത്തെല്ലാം ഇയാൾ വളരെ കൂളായി നാട്ടുകാരോടക്കം ഇടപെട്ട ആളാണ്. അവിടെ വന്ന ആളുകളോട് അത്രമാത്രം ഇടപഴകി. ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരാളുടെ ഭാവത്തോടു കൂടി ആയിരുന്നില്ല ഈ പ്രതി അവരോടൊക്കെ പെരുമാറിയതെന്നുള്ളതാണ് പറയുന്നത്. നാട്ടിലെല്ലാം സൗമ്യമായി ഇടപെടുന്ന ഒരു വ്യക്തി. ഇയാളിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലൊരു കുറ്റകൃത്യം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ്
നാട്ടുകാർ പറയുന്നത്. അത്രമാത്രം വെൽ സെറ്റിൽഡ് ആയ ഒരു ഫാമിലി ആയിരുന്നു. ഇയാൾ ഈ 15 ലക്ഷം രൂപ മോഷ്ടിച്ചതിൽ നിന്ന് ഇതിനോടകം തന്നെ കുറച്ച് പൈസ ഈ ഒരു പലിശക്കാരന് ഈ മടക്കി കൊടുക്കാനുള്ള തുകയായി അത് മടക്കി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് മൊഴി നൽകിയിരിക്കുന്നത്. ബാക്കി തുക ഇയാളുടെ വീടിന്റെ 1ാമത്തെ നിലയിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജീവിതത്തിലുടനീളം ഇയാൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ നടത്തി വന്നിരുന്ന ദൂർത്താണ് ഈ മോഷണത്തിലേക്ക് നയിച്ചത്. ഒരുപക്ഷെ ഇയാൾ ഈ സത്യം വീട്ടുകാരോട് തുടർന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇയാൾക്ക് ഇപ്പോൾ ഈ മോഷണം നടത്തേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ദൂർത്ത് ഒരു മോഷണത്തിലേക്ക് കലാശിച്ചു. ആ മോഷണം 36 മണിക്കൂറിന് ശേഷം ഒരു തെളിവുമില്ലാതിരുന്ന ഒരു കേസ്, അത് പോലീസിന്റെ നിർണായകമായ കണ്ടെത്തലുകളിലൂടെ ഇപ്പോൾ ആ പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നു. പ്രജിത്ത്, ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.